മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ ആണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. 8 മണിയോടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റും. 9:30 വരെയാണ് പൊതുദർശനം. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങ്. VR കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, മൻമോഹൻ സിംഗിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. ഔദ്യോഗിക ബഹുമതികളോടെയാണ് യാത്രയയപ്പ്. ഇന്നലെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. പ്രമുഖരായ നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കില്ലേ? എന്താണ് മറ്റു വിവരങ്ങൾ? പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ചടങ്ങുകൾ. ഇപ്പോൾ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ഉള്ളത്. മെനഞ്ഞാന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 9:51 എയിംസ് ആശുപത്രിയിൽ. അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് മൃതശരീരം കൊണ്ടുപോയത്. ഇന്നലെ അവിടെ എത്തി പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെയോടെയാണ് അവരെല്ലാം ഇന്നലെ എത്തിയത്. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി അന്ത്യകർമ്മങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തിയ ശേഷമാണ് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം അനുസരിച്ച് യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാകും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഇന്ന് രാവിലെ 11:45 അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. അതിന് മുന്നോടിയായി ഇന്ന് രാവിലെ 8-7 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഈ വസതിയിൽ അദ്ദേഹത്തിന് അവസാന ആദരവും മറ്റ് ചടങ്ങുകളും അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിനുശേഷം 8 മണിയോടുകൂടിയാകും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് മൃതശരീരം കൊണ്ടുപോവുക. 8:30 AICC ആസ്ഥാനത്തേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് അവിടെ പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. പ്രത്യേകിച്ച് ആസാം, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. അവിടെ നിന്നടക്കം അദ്ദേഹത്തിന് അവസാന നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയായ മോത്തിലാൽ മാർഗിൽ എത്തിയത്. പക്ഷേ സാധാരണ പ്രവർത്തകർക്കൊന്നും തന്നെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ പാർട്ടി ആസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴായിരിക്കും സാധാരണ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തെ അവസാന നോക്ക് കാണാനൊരു അവസരം ഉണ്ടാകുക. 8:30 മുതൽ 9:30 വരെയാണ് പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം വിലാപയാത്രയായാവും നിഗംബോധ് ഘട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരം കൊണ്ടുപോവുക. ഈ വിലാപയാത്ര ഗൺ കാരേജ് അടക്കം ഉള്ള കോൺവോയ് ആയിട്ടായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് പോകുന്നത്. തുടർന്ന് 11:45 അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ ക്യാബിനറ്റ് യോഗത്തിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി കുടീരമായ ശക്തി സ്ഥലിലോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ സ്മൃതി കുടീരമായ വീർഭൂമിയിലോ ഇത്തരത്തിൽ സ്ഥലം നൽകണമെന്നും അവിടെ തന്നെ അന്ത്യകർമ്മങ്ങൾ സ്മൃതി കുടീരം അനുവദിക്കുന്ന സ്ഥലത്ത് തന്നെ അന്ത്യകർമ്മങ്ങൾക്കും അവസരമൊരുക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. പക്ഷേ ഇത് ഇന്നലത്തെ ക്യാബിനറ്റ് യോഗം അംഗീകരിച്ചിരുന്നില്ല. ആദ്യഘട്ടത്തിൽ നിഗംബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടത്താം, തുടർന്ന് സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കാം എന്നൊരു ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം ഇപ്പോഴത്തെ വിവാദം അനാവശ്യമാണ്. കാരണം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മൃതി കുടീരം അനുവദിക്കും എന്നാണ്, അതിനായുള്ള സ്ഥലം അനുവദിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിക്കുന്ന യാത്രയയപ്പ് നൽകാൻ എല്ലാ വീരോചിതമായ ചടങ്ങുകളോടും കൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് തലസ്ഥാനം. അഭിലാഷ്, രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് നടത്തിയ ഇടപെടലുകൾ, ഉദാരവൽക്കരണം, നയങ്ങൾ, പ്രത്യേകിച്ച് ലോകവിപണിക്ക് മുന്നിൽ ഇന്ത്യയെ തുറന്നു കൊടുത്തതോടുകൂടി ആണ് പല വിദേശ കമ്പനികളും അടക്കം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത്. അതിനുശേഷം ഇന്ത്യ സാമ്പത്തികമായി ചുവടുവെക്കുന്ന സാഹചര്യം ആണുണ്ടായത്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് പിന്നീട് ഭരണം മാറി വന്നു എങ്കിൽ പോലും മൻമോഹൻ സിംഗ് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ഘട്ടത്തിൽ എല്ലാം തന്നെ അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ
ആരംഭിച്ച പദ്ധതികളുടെ തുടർച്ചയാണ് പിന്നീട് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത് എന്നതാണ് വസ്തുത. വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകമെമ്പാടും നേരിട്ടപ്പോഴായിരുന്നു. ഏതാണ്ട് 125 കോടിയിലധികം ജനങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ഒരു രാജ്യം കടുത്ത പ്രതിസന്ധി നേരിടും എന്നൊക്കെ വിലയിരുത്തിയിരുന്ന കാലഘട്ടത്തിൽ ആയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായ സാമ്പത്തിക നയങ്ങളിലൂടെ രാജ്യത്തെ തിരികെ പിടിച്ചത് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ധനമന്ത്രിയായിരുന്ന, RBIയുടെ ഗവർണർ ആയിരുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയരായ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാൾ കൂടിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറയുന്നത് രാഷ്ട്രീയ എതിരാളികളൊക്കെ വലിയ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും തെറ്റ് എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ തീരുമാനങ്ങളിൽ ഉറച്ചു തന്നെ മുന്നോട്ടു പോയി. പിന്നീട് ഇന്ത്യയെപ്പോലെ ഒരു വികസ്വര രാജ്യത്തിന് ഇത്തരം സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് യോജിക്കുന്നത് എന്ന് കാലം തെളിയിച്ച സാഹചര്യം കൂടി ആണ് ഉള്ളത്. കാർത്തിക് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യ കർമ്മങ്ങൾ ഏതാണ്ട് 11:45 കൂടിയാണ് ആരംഭിക്കുക. 8 മണിക്ക് ശേഷം മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. കാർത്തിക്, നമുക്കറിയാം നിരവധി കോൺഗ്രസ് നേതാക്കൾ, രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ യോഗം നടക്കുമ്പോഴാണ് ഈ മരണവാർത്ത പുറത്തു വന്നത്. അപ്പോൾ തന്നെ അവർ ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ AICC ആസ്ഥാനത്തും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടല്ലോ അല്ലേ? AICC ആസ്ഥാനത്തും ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ബലഗാവിയിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും തുടർന്നുള്ള സമ്മേളനവും റാലികളുമൊക്കെ തീരുമാനിച്ചിരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഈ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. പ്രധാനമായും ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി അവസാനം നോക്ക് കണ്ടു. അതിനുശേഷം പ്രതികരണങ്ങൾ നടത്തി. ശശി തരൂർ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലുമെത്തി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി അറിയിച്ചിട്ടുണ്ട്. സാധാരണ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പാർട്ടി ആസ്ഥാനത്ത് സൗകര്യമൊരുക്കും എന്നാണ് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നത്. 1 മണിക്കൂറാകും AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാകും വിലാപയാത്ര ആരംഭിക്കുന്നത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എന്നതും ശ്രദ്ധേയമാണ്. 21 ആചാര വെടികളോടെ ആകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സൈനിക ബഹുമതികൾ എല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വീരോചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ തന്നെ തയ്യാറെടുക്കുകയാണ് രാജ്യം. എന്തായാലും തലസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്മൃതി കുടീരത്തിന് ഇനി എവിടെ സ്ഥലം അനുവദിക്കും എന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് നിഗംബോധ് ഘട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിൽ 11:45 കൂടി അന്ത്യകർമ്മങ്ങൾ നടക്കും. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാകും ഈ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം ട്രസ്റ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയായ ശേഷമാകും ഇത്തരത്തിൽ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശവും പുറത്തേക്ക് വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സ്മൃതി കുടീരത്തിന് സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ പല നേതാക്കളും ഇത്തരത്തിൽ പ്രതിഷേധവും അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം UPA സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ സ്മാരകങ്ങൾക്ക് സ്ഥലം അനുവദിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത് എന്നതടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിന് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. 7 ദിവസത്തെ ദുഃഖാചരണം രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുകയും എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്തും 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26 മുതൽ 1-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ ദുഃഖാചരണം സംസ്ഥാനത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിച്ച ഇന്ത്യയ്ക്ക് പുതിയ സാമ്പത്തിക ദിശാബോധം നൽകിയ, ഇന്ന് കാണുന്ന ഇന്ത്യക്ക് സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കിയ പ്രിയപ്പെട്ട നേതാവിന് അവസാനം നോക്ക് കാണാനും അദ്ദേഹത്തിന് ആദരമർപ്പിക്കാനും നിരവധി പേർ ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും എത്തും. 8 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതശരീരം AICC ആസ്ഥാനത്തേക്ക് മാറ്റും. അവിടെയും അദ്ദേഹം 33 വർഷം രാജ്യസഭാ അംഗമായിരുന്ന കാലയളവിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ
പ്രവർത്തിച്ചിരുന്നു. അവർക്കടക്കം അവിടെ എത്തി അദ്ദേഹത്തിന് അവസാന ആദരമർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കും. സാധാരണ പ്രവർത്തകർക്കടക്കം ACC ആസ്ഥാനത്തെ തരത്തിൽ അദ്ദേഹത്തെ അവസാനം നോക്കി കാണാൻ അവസരമൊരുക്കും. അതിനുശേഷമാകും വിലാപയാത്രയായി കൊണ്ടുപോവുക. എന്തായാലും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ രാവിലെയുമൊക്കെ മഴയാണ്. ഈ മഴയുടെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും ഗൺ കാരേജ് അടക്കം വിലാപയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കാണുന്ന